ശാന്തി 16/6/25. പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സദാ സന്തോഷത്തിലിരിക്കൂ. നമ്മെ ഏതെങ്കിലും ദേഹധാരിയല്ല പഠിപ്പിക്കുന്നത്. അശരീരിയായ ബാബ ശരീരത്തിൽ പ്രവേശിച്ച് വിശേഷിച്ചും നമ്മെ പഠിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. ചോദ്യം: കുട്ടികളായ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം എന്തിന് ലഭിച്ചിരിക്കുന്നു? ഉത്തരം: നമുക്ക് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ലഭിച്ചത് തൻ്റെ ശാന്തിധാമത്തെയും സുഖധാമത്തെയും കാണുന്നതിന് വേണ്ടിയാണ്. ഈ കണ്ണുകളിലൂടെ ഏതൊരു പഴയ ലോകവും ബന്ധുമിത്രാദികളും ആണോ കാണപ്പെടുന്നത്, അവരിൽ നിന്നും ബുദ്ധി മാറ്റണം. ബാബ വന്നിരിക്കുകയാണ് മാലിന്യത്തിൽ നിന്നും പുറത്തെടുത്ത് പുഷ്പമാക്കാൻ, അതായത് ദേവതയാക്കി മാറ്റാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ബാബയുടെ റിഗാർഡും വെക്കേണ്ടതുണ്ട്. ഓം ശാന്തി. ശിവഭഗവാൻ ഉവാച: കുട്ടികൾക്ക് വേണ്ടി. ശിവഭഗവാനെ സത്യമായ ബാബ എന്ന് തീർച്ചയായും പറയും, കാരണം രചയിതാവാണല്ലോ. ഇപ്പോൾ കുട്ടികളായ നിങ്ങളെ തന്നെയാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്, ഭഗവാൻ ഭഗവതി ആക്കി മാറ്റുന്നതിനായി. ഇത് ഓരോരുത്തരും നല്ല രീതിയിൽ അറിയുന്നുണ്ട്. തൻ്റെ ടീച്ചറിനെയും പഠനത്തെയും അതിൻ്റെ റിസൾട്ടും അറിയാത്ത ഒരു സ്റ്റുഡൻറ്റ് പോലും ഉണ്ടാകില്ല. ആരെയാണോ ഭഗവാൻ പഠിപ്പിക്കുന്നത് അവർക്ക് എത്ര സന്തോഷം ഉണ്ടാകേണ്ടതാണ്. ഈ സന്തോഷം എന്തുകൊണ്ട് സ്ഥായിയായി നിലനിൽക്കുന്നില്ല? നിങ്ങൾക്കറിയാം, നമ്മെ ഏതെങ്കിലും ദേഹധാരിയായ മനുഷ്യനല്ല പഠിപ്പിക്കുന്നത്. അശരീരിയായ ബാബ ശരീരത്തിൽ പ്രവേശിച്ച് വിശേഷിച്ചും കുട്ടികളായ നിങ്ങളെ പഠിപ്പിക്കുവാൻ വന്നിരിക്കുകയാണ്. ഭഗവാൻ വന്ന് പഠിപ്പിക്കുന്നു എന്നത് ആർക്കും തന്നെ അറിയില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ഭഗവാന്റെ കുട്ടികളാണ്. ആ ഒന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ശിവബാബയുടെ സന്മുഖം നിങ്ങളിരിക്കുന്നു. ആത്മാക്കളും പരമാത്മാവും ഇപ്പോൾ തന്നെയാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇത് മറക്കാതിരിക്കൂ. പക്ഷേ മായ അങ്ങനെയുള്ളതാണ്, അത് മറവി വരുത്തുന്നു. ഇല്ലെങ്കിൽ ഭഗവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന ലഹരി ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. ആ ഒന്നിനെ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളവരുമുണ്ട്, പൂർണ്ണമായും മറന്നു പോകുന്നു, യാതൊന്നും അറിയുന്നില്ല. ഭഗവാൻ സ്വയം പറയുന്നു, വളരെയധികം കുട്ടികൾ ഇത് മറന്നു പോകുന്നു. ഇല്ലെങ്കിൽ ആ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. നമ്മൾ ഭഗവാന്റെ കുട്ടികളാണ്. ആ ഒന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മായ അങ്ങനെ പ്രബലമാണ്, പൂർണ്ണമായും മറവി വരുത്തുന്നു. ഈ കണ്ണുകളിലൂടെ പഴയ ലോകത്തെയും ബന്ധുമിത്രാദികളെയും മറ്റും കാണുമ്പോൾ അവരിലേക്ക് ബുദ്ധി പോകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ബാബ മൂന്നാമത്തെ നേത്രം നൽകുന്നു. നിങ്ങൾ ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. ഇത് ദുഃഖധാമമാണ്, മോശമായ ലോകമാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, ഭാരതം സ്വർഗമായിരുന്നു, ഇപ്പോൾ നരകമാണ്. ബാബ വന്ന് വീണ്ടും പുഷ്പമാക്കുന്നു. അവിടെ നിങ്ങൾക്ക് 21 ജന്മങ്ങളിലേക്ക് സുഖം ലഭിക്കുന്നു. ഇതിനു വേണ്ടി തന്നെയാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൂർണ്ണമായും പഠിക്കാത്തത് കാരണം ഇവിടെയുള്ള ധനസമ്പത്തുകളിലാണ് ബുദ്ധി തൂങ്ങിക്കിടക്കുന്നത്. അതിൽ നിന്നും ബുദ്ധി മാറുന്നില്ല. ബാബ പറയുന്നു, ശാന്തിധാമത്തിൻ്റെയും സുഖധാമത്തിൻ്റെയും നേർക്ക് ബുദ്ധി വയ്ക്കൂ. പക്ഷേ ബുദ്ധി മോശമായ ലോകത്തിൻ്റെ നേർക്ക് പൂർണ്ണമായും ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെയാണ്, ഇളകുന്നില്ല. ഇവിടെ ഇരിക്കുകയാണെങ്കിലും പഴയ ലോകത്തിൽ നിന്നും ബുദ്ധി മുറിയുന്നില്ല. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് പുഷ്പവും പവിത്രവുമാക്കി മാറ്റുന്നതിനായി. നിങ്ങൾ മുഖ്യമായും പവിത്രതയെക്കുറിച്ചാണ് പറയുന്നത്. ബാബ നമ്മെ പവിത്രമാക്കി മാറ്റി പവിത്രമായ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബാബയോട് എത്ര റിഗാർഡ് വെക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ബാബയിൽ ബലിയർപ്പണമാകണം. ആ ഒന്ന് പരംധാമത്തിൽ നിന്നും വന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
കുട്ടികൾക്ക് വേണ്ടി എത്ര പ്രയത്നിക്കുന്നു. മാലിന്യത്തിൽ നിന്നും പൂർണ്ണമായി പുറത്തെടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പുഷ്പമായി കൊണ്ടിരിക്കുന്നു. കൽപ്പം തോറും നമ്മൾ ഇങ്ങനെയുള്ള പുഷ്പം, അതായത് ദേവതയാകുന്നു എന്ന് അറിയുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റി യാതൊരു കാലതാമസവുമില്ലാതെ ഇപ്പോൾ നമ്മളെ ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇവിടെ മനുഷ്യനിൽ നിന്നും ദേവതയാകാൻ വന്നിരിക്കുന്നു. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. മുൻപ് ഇതറിയില്ലായിരുന്നു നമ്മൾ സ്വർഗവാസിയായിരുന്നു എന്ന്. ഇപ്പോൾ ബാബ പറഞ്ഞു തന്നിരിക്കുന്നു, നിങ്ങൾ രാജ്യം ഭരിച്ചിരുന്നു, പിന്നീട് രാവണൻ രാജ്യമെടുത്തു. നിങ്ങൾ തന്നെയാണ് വളരെയധികം സുഖം കണ്ടത്. പിന്നീട് 84 ജന്മങ്ങൾ എടുത്തെടുത്ത് പടവുകൾ താഴെ ഇറങ്ങുന്നു. ഇത് മോശമായ ലോകം തന്നെയാണ്. എത്ര മനുഷ്യർ ദുഃഖിതരാണ്. എത്ര പേരാണ് വിശന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു സുഖവുമില്ല. എത്ര തന്നെ ധനികനായാലും ഈ അല്പകാലത്തെ സുഖം കാക്കകാഷ്ടത്തിന് സമാനമാണ്. ഇതിനെയാണ് വിഷയവൈതരണി നദി എന്ന് പറയുന്നത്. സ്വർഗത്തിലാകട്ടെ നമ്മൾ വളരെയധികം സുഖമുള്ളവരായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കറുപ്പിൽ നിന്നും വെളുപ്പായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ തന്നെയാണ് ദേവതയായിരുന്നത്. പിന്നെ പുനർജന്മങ്ങൾ എടുത്തെടുത്ത് വേശ്യാലയത്തിൽ വന്ന് പതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നിങ്ങളെ ശിവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശിവബാബ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ പഠനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കേണ്ടത് ആവശ്യമാണല്ലോ. പഠിച്ച് ചക്രം ബുദ്ധിയിൽ വച്ച് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യേണ്ടതാണ്. കുട്ടികളായ നിങ്ങൾ തന്നെയാണ് രൂപ് ബസന്ത്. നിങ്ങളുടെ വായിൽ നിന്നും സദാ ജ്ഞാനരത്നങ്ങൾ തന്നെ പുറപ്പെടട്ടെ, ചപ്പ് ചവറുകളല്ല. ബാബയും പറയുന്നു, ഞാൻ രൂപ് ബസന്താണ്. ഞാൻ പരമാത്മാവ്, ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. പഠനം സോഴ്സ് ഓഫ് ഇൻകമാണ്. പഠിച്ച് ബാരിസ്റ്ററും ഡോക്ടറും മറ്റും ആകുമ്പോൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. ഓരോരോ ഡോക്ടറും മാസത്തിൽ 1,00,000 രൂപ സമ്പാദിക്കുന്നു. കഴിക്കുവാൻ പോലും ഒഴിവു സമയം ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങളും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തായി മാറുന്നു? വിശ്വത്തിൻ്റെ അധികാരി. അതിനാൽ ഈ പഠനത്തിൻ്റെ ലഹരി ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണല്ലോ. നിങ്ങൾ കുട്ടികളിൽ സംസാരിക്കുന്നതിൻ്റെ എത്ര റോയൽറ്റി ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾ റോയൽ ആവുകയാണല്ലോ. രാജാക്കന്മാരുടെ പെരുമാറ്റം നോക്കൂ എങ്ങനെയാണെന്ന്. ബാബ അനുഭവിയാണല്ലോ. രാജാക്കന്മാർക്ക് കാഴ്ചദ്രവ്യങ്ങൾ നൽകുമ്പോൾ ഒരിക്കലും ഇങ്ങനെ കൈകളിൽ വാങ്ങില്ല. അഥവാ വാങ്ങേണ്ടതുണ്ടെങ്കിൽ കാര്യസ്ഥനെ ഏൽപ്പിക്കൂ എന്ന് സൂചന കാണിക്കും. വളരെ റോയലായിരിക്കും. ബുദ്ധിയിൽ ഈ ചിന്തയുണ്ടായിരിക്കും, ഇവരിൽ നിന്നും സ്വീകരിക്കുകയാണെങ്കിൽ ഇവർക്ക് തിരികെ നൽകേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ സ്വീകരിക്കുകയില്ല. ചില രാജാക്കന്മാർ പ്രജകളിൽ നിന്നും തീർത്തും സ്വീകരിക്കുന്നില്ല. ചിലരാണെങ്കിൽ വളരെയധികം കൊള്ളയടിക്കുന്നു. രാജാക്കന്മാരിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾ സത്യയുഗി ഡബിൾ കിരീടധാരികളായ രാജാക്കന്മാരാകുന്നു. ഡബിൾ കിരീടത്തിനു വേണ്ടി പവിത്രത തീർച്ചയായും ആവശ്യമാണ്. ഈ വികാരി ലോകത്തെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. കുട്ടികളായ നിങ്ങൾ വികാരങ്ങളെ ഉപേക്ഷിച്ചു. വികാരിയായ ആർക്കും വന്ന് ഇരിക്കുവാൻ സാധിക്കില്ല. അഥവാ പറയാതെ വന്ന് ഇരിക്കുകയാണെങ്കിൽ തൻ്റെ തന്നെ നഷ്ടം വരുത്തുന്നു. ചിലർ കൗശലം കാണിക്കുന്നു, ആർക്കും മനസ്സിലാവുകയില്ല. ബാബ കണ്ടാലും കണ്ടില്ലെങ്കിലും സ്വയം പാപാത്മാവായി മാറുന്നു. നിങ്ങളും പാപാത്മാവായിരുന്നു. ഇപ്പോൾ പുരുഷാർത്ഥത്തിലൂടെ പുണ്യ ആത്മാവാകേണ്ടതുണ്ട്. കുട്ടികളായ നിങ്ങൾക്ക് എത്ര നോളജ് ലഭിച്ചിരിക്കുന്നു. ഈ നോളജിലൂടെ നിങ്ങൾ ശ്രീകൃഷ്ണപുരിയുടെ അധികാരിയാകുന്നു. ബാബ എത്ര അലങ്കരിക്കുന്നു. ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ് പഠിപ്പിക്കുന്നത്.
അപ്പോൾ എത്ര സന്തോഷത്തോടെ പഠിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള പഠനമാകട്ടെ ചില സൗഭാഗ്യശാലികളാണ് പഠിക്കുന്നത്. പിന്നെ സർട്ടിഫിക്കറ്റും നേടേണ്ടതുണ്ട്. ബാബ പറയും, നിങ്ങൾ പഠിക്കുന്നതെവിടെ? ബുദ്ധി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായി മാറും? ലൗകിക അച്ഛനും പറയുന്നു, ഈ അവസ്ഥയിൽ നിങ്ങൾ തോറ്റുപോകും. ചിലരാണെങ്കിൽ പഠിച്ച് ലക്ഷ്യം സമ്പാദിക്കുന്നു. ചിലരെ നോക്കൂ, തിക്കും തിരക്കും കൊള്ളുന്നു. നിങ്ങൾക്ക് മദറിനെയും ഫാദറിനെയും ഫോളോ ചെയ്യണം. പിന്നെ നല്ല രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ഈ തൊഴിൽ ചെയ്യുകയും ചെയ്യുന്ന ബ്രദേഴ്സിനെയും. എക്സിബിഷനിൽ വളരെ പേരെ പഠിപ്പിക്കുന്നുവല്ലോ. മുന്നോട്ട് പോകവേ എത്ര ദുഃഖം വർദ്ധിച്ചു വരുമോ അത്രയും മനുഷ്യർക്ക് വൈരാഗ്യം വരും. പിന്നെ പഠിക്കുവാൻ തുടങ്ങും. ദുഃഖത്തിൽ ഭഗവാനെ വളരെയധികം ഓർമ്മിക്കും. ദുഃഖത്തിൽ മരിക്കുന്ന സമയത്ത് ഹേ രാം, അയ്യോ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുവല്ലോ. നിങ്ങൾക്കാണെങ്കിൽ യാതൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ സന്തോഷത്തോടെ തയ്യാറെടുപ്പ് നടത്തുന്നു. ഈ പഴയ ശരീരം ഉപേക്ഷിച്ചുവെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുമായിരുന്നേനെ എന്ന്. പിന്നെ അവിടെ ശരീരവും സുന്ദരമായത് ലഭിക്കും. പുരുഷാർത്ഥം ചെയ്ത് പഠിപ്പിക്കുന്നവരെക്കാൾ ഉയർന്നു പോകണം. പഠിപ്പിക്കുന്നവരെക്കാൾ പഠിക്കുന്നവർക്ക് വളരെ നല്ല അവസ്ഥ ഉണ്ടായിരിക്കുന്നുമുണ്ട്. ബാബ ഓരോരുത്തരെയും നന്നായി അറിയുന്നുണ്ട്. കുട്ടികളായ നിങ്ങൾക്കും അറിയുവാൻ സാധിക്കും. തൻ്റെ ഉള്ളിൽ നോക്കണം, നമ്മളിൽ ഏതെങ്കിലും കുറവുണ്ടോ? മായയുടെ വിഘ്നങ്ങളെ മറികടന്നു പോകണം. അതിൽ കുടുങ്ങിപ്പോകരുത്. മായ വളരെ ബലവാനാണ്. നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് പറയുന്നു. ഇങ്ങനെ ചിന്തിച്ചുവെങ്കിൽ മായ പൂർണ്ണമായും പച്ചയ്ക്ക് ഭക്ഷിക്കും. ആനയെ മുതല ഭക്ഷിച്ചു. ഇത് ഇപ്പോഴത്തെ കാര്യമാണല്ലോ. നല്ല നല്ല കുട്ടികളെയും മായയാകുന്ന മുതല പൂർണ്ണമായും വിഴുങ്ങും. സ്വയം തന്നെ മോചിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. സ്വയവും മനസ്സിലാക്കുന്നു, നമ്മൾ മായയുടെ അടിയിൽ നിന്നും മുക്തമാകുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ മായ മുക്തമാകുവാൻ അനുവദിക്കുന്നില്ല. ഇങ്ങനെ പറയുന്നു, ബാബ മായയോട് പറയൂ ഇങ്ങനെ പിടികൂടരുത് എന്ന്. ഇതാകട്ടെ യുദ്ധത്തിൻ്റെ മൈതാനമാണല്ലോ. മൈതാനത്തിൽ വെച്ച് നമ്മളെ വീഴ്ത്തരുതെന്ന് ഇവരോട് പറയൂ എന്ന് പറയുകയില്ല. മാച്ചിൽ നമുക്ക് പന്ത് തരരുത് എന്ന് പറയുന്നു. ഉടൻ പറയും, യുദ്ധമൈതാനത്തിലാണ് വന്നിരിക്കുന്നത്, അതിനാൽ യുദ്ധം ചെയ്യൂ. അപ്പോൾ മായ നല്ലവണ്ണം വീഴ്ത്തും. നിങ്ങൾക്ക് വളരെ ഉയർന്ന പദവി നേടുവാൻ സാധിക്കും. ഭഗവാൻ പഠിപ്പിക്കുന്നത് നിസ്സാര കാര്യമാണോ? ഇപ്പോൾ നിങ്ങളുടെ കയറുന്ന കല ഉണ്ടാകുന്നു. നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ച് ഓരോ കുട്ടികളും താല്പര്യം വയ്ക്കണം, നമ്മൾ ഭാവി ജീവിതത്തെ വജ്രതുല്യമാക്കട്ടെ എന്ന്. വിഘ്നങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കണം. ഏത് വിധേനയും ബാബയിൽ നിന്നും സമ്പത്ത് തീർച്ചയായും നേടണം. ഇല്ലെങ്കിൽ നമ്മൾ കൽപ്പകൽപ്പാന്തരം തോറ്റുപോകും. ഒരാൾ ധനികന്റെ പുത്രനാണ് എന്ന് വിചാരിക്കൂ. പിതാവ് അയാൾക്ക് പഠനത്തിൽ തടസ്സം ഇടുകയാണെങ്കിൽ പറയും, ഞാൻ ഈ ലക്ഷ്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുവാനാണ്? എനിക്ക് പരിധിയില്ലാത്ത പിതാവിൽ നിന്നും വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി നേടണം. ഈ ലക്ഷങ്ങളും കോടികളുമെല്ലാം ഭസ്മമാകാൻ പോകുന്നവയാണ്. ചിലരുടേത് പൊടിയിലമർന്നു, ചിലരുടേത് അഗ്നി കത്തിച്ചു കളഞ്ഞു. മുഴുവൻ സൃഷ്ടിയാകുന്ന വൈക്കോൽ കോനിക്കും തീ പിടിക്കേണ്ടതുണ്ട്. ഇത് മുഴുവൻ രാവണന്റെ ലങ്കയാണ്. നിങ്ങളെല്ലാം സീതമാരാണ്. രാമൻ വന്നിരിക്കുകയാണ്. മുഴുവൻ ഭൂമിയും ഒരു ദ്വീപാണ്. ഈ സമയം തന്നെയാണ് രാവണരാജ്യം. ബാബ വന്ന് രാവണരാജ്യത്തെ ഇല്ലാതാക്കി നിങ്ങളെ രാമരാജ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. നിങ്ങൾക്ക് ഉള്ളിൽ അളവറ്റ സന്തോഷമുണ്ടായിരിക്കണം. അതീന്ദ്രിയ സുഖം എന്താണെന്ന് ചോദിക്കണമെങ്കിൽ കുട്ടികളോട് ചോദിക്കൂ എന്ന മഹിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എക്സിബിഷനിൽ തൻ്റെ സുഖത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുവല്ലോ. നമ്മൾ ഭാരതത്തെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുന്നു.
ശ്രീമതനുസരിച്ച് ഭാരതത്തിൻ്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം ശ്രീമതനുസരിച്ച് നടക്കുമോ അത്രയും നിങ്ങൾ ശ്രേഷ്ഠമാകും. നിങ്ങൾക്ക് മതം നൽകുന്ന അനേകം പേർ വരും. അതിനാൽ അതും തിരിച്ചറിയുകയും സൂക്ഷിക്കുകയും വേണം. ചിലയിടങ്ങളിൽ മായയും ഗുപ്തമായി പ്രവേശിക്കുന്നു. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഉള്ളിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണം. നിങ്ങൾ പറയുന്നു, ബാബ, നമ്മൾ അങ്ങിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടുവാൻ വന്നിരിക്കുന്നു. സത്യനാരായണൻ്റെ കഥ കേട്ട് നമ്മൾ നരനിൽ നിന്നും നാരായണനും നാരിയിൽ നിന്നും ലക്ഷ്മിയുമാകും. നിങ്ങളെല്ലാവരും കൈ ഉയർത്തുന്നു, ബാബ, നമ്മൾ അങ്ങിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് എടുത്തിട്ടേ പിന്മാറുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കൽപ്പകൽപ്പത്തേക്ക് പാഴാക്കിക്കളയും. ഏതൊരു വിഘ്നത്തെയും നമ്മൾ മാറ്റും. ഇത്രയും ധീരത വേണം. നിങ്ങൾ ഇത്രയും ധീരത കാണിച്ചുവല്ലോ. ആരിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നുവോ ആ ഒന്നിനെ ഉപേക്ഷിക്കുകയില്ല. ചിലർ നല്ല രീതിയിൽ നിലനിന്നു, ചിലർ പിന്നെ ഓടിപ്പോകുന്നവരായി. നല്ലവരെയും മായ ഭക്ഷിച്ചു. മുതല ഭക്ഷിച്ച് മുഴുവനായും വിഴുങ്ങി. ഇപ്പോൾ ബാബ പറയുന്നു, ഹേ ആത്മാക്കളെ, വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ പതീത ലോകത്തെ വന്ന് പാവന ലോകമാക്കി മാറ്റുന്നു. ഇപ്പോൾ പതീത ലോകത്തിൻ്റെ മൃത്യു മുന്നിൽ നിൽക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുന്നു. പതീത രാജാക്കന്മാരുടെയും രാജാവ്. സിംഗിൾ കിരീടമുള്ള രാജാവ് ഡബിൾ കിരീടമുള്ള രാജാക്കന്മാരെ ശിരസ് എന്തുകൊണ്ട് നമിക്കുന്നു? പകുതി കൽപ്പത്തിനു ശേഷം ഇവരുടെ ആ പവിത്രത ഇല്ലാതാകുമ്പോൾ രാവണ രാജ്യത്തിൽ എല്ലാവരും വികാരിയും പൂജാരിയുമായി മാറുന്നു. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഏതെങ്കിലും അലംഭാവം കാണിക്കരുത്, മറന്നു പോകരുത്, നല്ല രീതിയിൽ പഠിക്കൂ. ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ബാബ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു തരും. 7 ദിവസത്തെ കോഴ്സ് എടുക്കൂ. അതിലൂടെ മുരളി സഹജമായി മനസ്സിലാക്കുവാൻ സാധിക്കും. എവിടെ പോയാലും 2 വാക്കുകൾ മാത്രം ഓർമ്മിക്കൂ. ഇതാണ് മഹാമന്ത്രം. സ്വയം തന്നെ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഏതെങ്കിലും വികർമ്മവും പാപകർമ്മവും ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത്. വികർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി ബുദ്ധിയുടെ പ്രീതി ഒരു ബാബയോട് മാത്രം ചേർക്കണം, ഏതെങ്കിലും ദേഹധാരിയോടല്ല. ഒന്നിനോട് ബുദ്ധിയുടെ യോഗം യോജിപ്പിക്കണം. അന്തിമം വരെ ഓർമ്മിക്കണം. അപ്പോൾ പിന്നെ യാതൊരു വികർമ്മവും ഉണ്ടാവുകയില്ല. ഇതാകട്ടെ ജീർണിച്ച ദേഹമാണ്. ഇതിൻ്റെ അഭിമാനം ഉപേക്ഷിക്കൂ. നാടകം പൂർത്തിയാവുന്നു. ഇപ്പോൾ നമ്മുടെ 84 ജന്മങ്ങളും പൂർത്തിയായി. ഇത് പുരാതന ആത്മാവും പഴയ ശരീരവുമാണ്. ഇപ്പോൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകണം. പിന്നെ ശരീരവും സദോ പ്രധാനമായത് ലഭിക്കും. ആത്മാവിന് സദോ പ്രധാനം ആക്കണം. ഈ ചിന്ത ഉണ്ടായിക്കൊണ്ടിരിക്കണം. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, ഈ ചിന്ത മാത്രം വയ്ക്കൂ. ബാബ നമ്മൾ പാസ്സായി കാണിക്കും എന്ന് നിങ്ങളും പറയുന്നുവല്ലോ. ഒരു ക്ലാസ്സിൽ എല്ലാവർക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നില്ല എന്ന് അറിയുന്നുണ്ട്. എങ്കിലും പുരുഷാർത്ഥം വളരെ പേർ ചെയ്യുന്നുവല്ലോ. നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, നമുക്ക് നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. കുറവ് എന്തിനു ചെയ്യണം? ഒരു കാര്യത്തിൻ്റെയും ചിന്ത പാടില്ല. യോദ്ധാക്കൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ചിലർ പറയുന്നു, ബാബ വളരെയധികം കൊടുങ്കാറ്റ് സ്വപ്നത്തിലും മറ്റും വരുന്നു. ഇതെല്ലാം ഉണ്ടാകും. നിങ്ങൾ ഒരു ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഈ ശത്രുവിൻ്റെ മേൽ ജയം നേടേണ്ടതുണ്ട്. ചില സമയത്ത് ഇങ്ങനെയെല്ലാം സ്വപ്നങ്ങൾ വരും. മനസ്സിലോ ചിത്തത്തിലോ ഇല്ലാതിരുന്നത്. ഇങ്ങനെയെല്ലാം ശ്വാസം മുട്ടൽ വരും. ഇതെല്ലാം മായയാണ്. നമ്മൾ മായയെ ജയിക്കുന്നു. പകുതി കൽപ്പത്തേക്ക് ശത്രുവിൽ നിന്നും രാജ്യം നേടുകയാണ്. നമുക്ക് യാതൊരു ചിന്തയുമില്ല. ധീരന്മാർ ഒരിക്കലും
വാചക കസർത്ത് നടത്തുകയില്ല. യുദ്ധത്തിൽ സന്തോഷത്തോടെ പോകുന്നു. നിങ്ങൾ ഇവിടെ വളരെ സുഖകരമായി ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു. ഈ മോശമായ ശരീരം ഉപേക്ഷിക്കണം. ഇപ്പോൾ സ്വീറ്റ് സൈലൻസ് ഹോമിലേക്ക് പോകുന്നു. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നു നിങ്ങളെ കൊണ്ടുപോകുവാൻ. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാവനമാകും. ഇംപ്യൂർ ആത്മാവിന് പോകുവാൻ സാധിക്കില്ല. ഇത് പുതിയ കാര്യങ്ങളാണ്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: വികർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ബുദ്ധിയുടെ പ്രീതി ഒരു ബാബയോട് യോജിപ്പിക്കണം. ഈ ജീർണിച്ച ദേഹത്തിൻ്റെ അഭിമാനം ഉപേക്ഷിക്കണം. നമ്മൾ യോദ്ധാക്കളാണ്. ഈ സ്മൃതിയിലൂടെ മായയാകുന്ന ശത്രുവിൻ്റെ മേൽ വിജയം പ്രാപ്തമാക്കണം. അതിൻ്റെ ചിന്ത വെക്കേണ്ടതില്ല. മായ ഗുപ്തരൂപത്തിൽ വളരെയധികം പ്രവേശിക്കുന്നു. അതിനാൽ അതിനെ തിരിച്ചറിയുകയും സൂക്ഷിക്കുകയും വേണം. വരദാനം: മനസ്സ വാച കർമ്മണ പവിത്രതയിൽ സമ്പൂർണ്ണ മാർക്സ് നേടുന്ന നമ്പർ 1 ആജ്ഞാകാരിയായി ഭവിക്കട്ടെ. മനസ്സ പവിത്രത എന്നാൽ സങ്കല്പത്തിൽ പോലും അപവിത്രതയുടെ സംസ്കാരം എമർജ് ആകരുത്. സദാ ആത്മീയ സ്വരൂപം, അതായത് സഹോദരന്മാരാണ് എന്ന ശ്രേഷ്ഠ സ്മൃതി ഉണ്ടായിരിക്കണം. വാക്കിൽ സദാ സത്യതയും മധുരതയും ഉണ്ടായിരിക്കണം. കർമ്മണ സദാ വിനയവും സന്തുഷ്ടതയും ഹർഷിത്മുഖതയും ഉണ്ടായിരിക്കണം. ഈ ആധാരത്തിലാണ് നമ്പർ ലഭിക്കുന്നത്. ബാബയും ഇങ്ങനെയുള്ള സമ്പൂർണ്ണ പവിത്രവും ആജ്ഞാകാരിയുമായ കുട്ടികളുടെ ഗുണങ്ങൾ പാടുന്നു. അവർ തൻ്റെ ഓരോ കർമ്മത്തിലൂടെ ബാബയുടെ കർത്തവ്യത്തെ തെളിയിക്കുന്ന സമീപ രത്നമാണ്. സ്ലോഗൻ: സംബന്ധ സമ്പർക്കത്തിലും സ്ഥിതിയിലും ലൈറ്റ് ആകൂ, ദിനചര്യയിലല്ല. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയാകൂ. അന്തർമുഖിയായ ആത്മാക്കൾ ഏതൊരു പരിതസ്ഥിതിയായാലും, നല്ലതായാലും കുലുക്കുന്നതായാലും, ഓരോ സമയത്തും ഓരോ സർക്കംസ്റ്റൻസിനുള്ളിലും സാഹചര്യത്തിലും സ്വയം തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒറ്റയ്ക്കായാലും സംഘടനയിലായാലും രണ്ടിലും അഡ്ജസ്റ്റ് ആവുക. ഇതാണ് ബ്രാഹ്മണ ജീവിതം. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മസ്തകമധ്യത്തിൽ ഒരു ജ്യോതി നക്ഷത്രം പോലെ തിളങ്ങുന്ന ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. എന്നിൽ ശാന്തിയുടെ അക്ഷയ ഖജനാവ് നിറഞ്ഞിരിക്കുന്നു. ആത്മാവായ ഞാൻ ഈ സാകാര ലോകത്തിനുപരി സൂര്യചന്ദ്ര താരാഗണങ്ങൾക്കും ഉപരി പരമമായ ധാമത്തിലേക്ക്, എൻ്റെ യഥാർത്ഥ വീട്ടിലേക്ക് സഞ്ചരിക്കുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം നിറഞ്ഞ പരമധാമം എൻ്റെ അലൗകിക വീടാണ്. ഇവിടെ
സർവത്ര ശാന്തി തന്നെ ശാന്തിയാണ്. ഈ മധുരമായ ശാന്തി നിറഞ്ഞ ധാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ശിവപരമാത്മാവിനെ ഞാൻ കാണുകയാണ്. മധുരമായ ബാബ, അങ്ങ് ശാന്തിയുടെ സാഗരമാണ്. പരമാത്മാവിൽ നിന്നും ശാന്തിയുടെ ദിവ്യ കിരണങ്ങൾ പ്രസരിക്കുകയാണ്. ആനന്ദ കിരണങ്ങൾ നിറയുകയാണ്. ഈ ദിവ്യമായ കിരണങ്ങൾ വിശ്വത്തിലെ അശാന്തമായ ആത്മാക്കളിലേക്ക് ഞാൻ വ്യാപിപ്പിക്കുന്നു.